നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ട്രാഫിക് ജാമും ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആവാൻ ചൂസ് ചെയ്യുമ്പോൾ നാവിനെ കുറിച്ചുള്ള ബോധം ഉപേക്ഷിക്കണം. ഇൻകത്തോടൊപ്പം ഇൻകം ടാക്സും കൊടുക്കേണ്ടി വരും. ജീവിതത്തിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന എന്തിനും അതിന്റെ കോൺസിക്വൻസസ് നിങ്ങൾ തന്നെ അനുഭവിക്കണം, അല്ലേ? വെദർ ഇറ്റ് ഈസ് ഫേവറബിൾ ഓർ അൺഫേവറബിൾ. മുള്ളുകളില്ലാത്തൊരു പനിനീർച്ചിരി തിരയുന്നത് എത്ര വിവേകശൂന്യമാണ്. നിങ്ങൾ ഒരു നാണയത്തിന്റെ ഒരു വശം സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മറുവശം കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞു. സോ ബുദ്ധിമുട്ടുകൾ ഒട്ടുമില്ലാതെ അനുഗ്രഹീതമായ ഒരു ജീവിതം ആവശ്യപ്പെടരുത്. ഇപ്പൊ വലിയ ആഗ്രഹങ്ങളുള്ളവർക്ക് വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അതായത് നിങ്ങൾ നടക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അധികം പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇൻസ്റ്റഡ് നിങ്ങൾ ഒരു മാരത്തോൺ ഓടാൻ തീരുമാനിക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും, അല്ലേ? നിങ്ങളുടെ നിലനിൽപ്പ് മാത്രമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് പ്രശ്നം പരിഹരിച്ചാൽ മതി. പക്ഷെ നിങ്ങളുടെ കഴിവിന് യോഗ്യരായി ജീവിക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടി വരും. അതായത് വടിയുടെ ഒരറ്റം നിങ്ങൾ ഉയർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി രണ്ടാമത്തെ അറ്റവും ഉയർത്തി കഴിഞ്ഞിരിക്കും. ചെത്തിമിനുക്കപ്പെടാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആരാധ്യമായ ഒരു വിഗ്രഹമാകാൻ കഴിയുകയുള്ളൂ. ഉന്നതിയിലേക്ക് എളുപ്പവഴികളില്ല. ഉന്നതിയിലെത്തിയവർ അത് നിഷ്പ്രയാസം നേടിയതുമല്ല. നിങ്ങൾ ജീവിതത്തിന്റെ ചൂട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, ദൈവത്തിന്റെ മിഴികൾ നിങ്ങൾക്ക് മേലുണ്ട്. നിങ്ങളിൽ അവന്റെ രൂപം കാണുന്നത് വരെ അവൻ നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. എത്ര ബ്യൂട്ടിഫുൾ ഷോർട്ട് ആൻഡ് സ്ട്രോങ് ഇൻസൈറ്റ്സ് ആണല്ലേ മഹാത്രയരായുടെ വരികൾ.